വെൽക്കം ബാക്ക്. നമ്മുടെ സൈക്കോളജി വിത്ത് ടെക്നോളജി അല്ലേ, അതിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ്. സോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്ത് നിർത്തിയത് എവിടെ വരെയായിരുന്നു? നമ്മൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസും അതല്ലാതെ യൂത്ത് ഇത് എത്രത്തോളം ടേക്കപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളതായിരുന്നു നമ്മൾ ലാസ്റ്റ് എപ്പിസോഡ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പൊ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നത് ആൽഗറിതംസ് എത്രത്തോളം സ്ട്രോങ് ആണ്, അങ്ങനത്തെ ആൽഗറിതംസിനെ കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു ഡിസ്കഷനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ലിനോ ആസ് എ UX ഡിസൈനർ കുറച്ചും കൂടെ സിമ്പിൾ ടേംസിൽ ആൽഗറിതമിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അതെങ്ങനെയായിരിക്കും ഡിഫൈൻ ചെയ്യുക? അൽഗോരിതംസ് ഒരാൾക്ക് ഒരു സാധാരണ ആൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അൽഗോരിതംസിനെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യമേ അൽഗോരിതംസിനേക്കാളും മുമ്പ് നമുക്ക് നോക്കാൻ പറ്റുന്നത് UX ആണ്, യൂസർ എക്സ്പീരിയൻസ്. യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ സ്ട്രീം ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ. ഇപ്പം ഇൻസ്റ്റാഗ്രാം ഒരു മെയിൻ സ്ട്രീം ആപ്ലിക്കേഷനാണ്, അതേപോലെ യൂട്യൂബ് ഒരു മെയിൻ സ്ട്രീം ആപ്ലിക്കേഷനാണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റും സ്നാപ്ചാറ്റ്, പിൻട്രസ്റ്റ്, ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ സ്ട്രീം ആപ്ലിക്കേഷൻസിൽ പെടുന്ന കാര്യങ്ങൾ. ഇപ്പൊ എൻ്റെ ഒരു ഡെയിലി ലൈഫ് എടുത്ത് നോക്കിയാൽ തന്നെ ഞാൻ ഏറ്റവും കുറഞ്ഞ ഒരു 10 വട്ടമെങ്കിലും ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യും. അത്രയും പ്രാവശ്യം ഇല്ലെങ്കിലും ഒരു അതിനടുത്ത് വരുന്ന നമ്പറിൽ തന്നെ യൂട്യൂബ് ഓപ്പൺ ചെയ്യും. അപ്പൊ നമ്മളെ ഇൻസ്റ്റാഗ്രാമിലേക്ക് യൂട്യൂബിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന കുറെ സംഭവങ്ങളുണ്ട്. അതായത് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം ക്ലോസ് ചെയ്തു, അതിനുശേഷം നമ്മൾ ഇടയ്ക്ക് എപ്പോഴോ ഇൻസ്റ്റാഗ്രാമിലേക്ക് തിരിച്ച് നമ്മൾ പോലും അറിയാതെ എത്തുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. അത് ദാറ്റ് ഈസ് നോട്ട് ആക്സിഡന്റ്, അത് പ്രിപ്പയർഡ് ആണ്, അത് എഞ്ചിനീയർഡ് ആണ്. അതായത് ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യും, സ്റ്റോറീസിലും അതേപോലെ നമ്മൾ ബാക്കിയുള്ളവരുടെ പോസ്റ്റിനിടയിൽ കമന്റ് ചെയ്യും. അപ്പൊ ഈ സംഭവങ്ങളെല്ലാം നമുക്കുള്ള ഹുക്ക് എലമെന്റ് ആണ്. ഹുക്ക് എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇൻസ്റ്റാഗ്രാമിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാം തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന കുറച്ച് സംഭവങ്ങളാണ്. ഇപ്പൊ നമ്മളൊരു ഒരു സാധാരണക്കാരൻ ഒരു പോസ്റ്റ് ഇടുന്നതിനെ പറ്റി ചിന്തിക്കുമ്പോൾ അധികം ഒന്നും ചിന്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അയാൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുക, ഇൻസ്റ്റാഗ്രാമിൽ ഇതിനകത്ത് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലല്ലോ, ഞാനിടുന്ന ഫോട്ടോസ് കൊണ്ട് അല്ലെങ്കിൽ ഞാനിടുന്ന കമന്റ്സ് കൊണ്ട് ഞാനിടുന്ന സ്റ്റോറി കൊണ്ട് ഇൻസ്റ്റാഗ്രാമിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പക്ഷെ അങ്ങനല്ല. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, ഈവൻ ദ നാവിഗേഷൻ, അതായത് നമ്മൾ ആദ്യമേ ഹോം പേജിലായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫീഡ്സ് നമ്മൾ സ്ക്രോൾ ചെയ്യായിരിക്കും, അതിനുശേഷം നമ്മൾ നമ്മുടെ റീൽസ് സെക്ഷനിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അതിനെയാണ് നാവിഗേഷൻ എന്ന് പറയാം. ആ നാവിഗേഷൻ ഉൾപ്പെടെ ഇൻസ്റ്റാഗ്രാമിന് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇൻസ്റ്റാഗ്രാം പോലെ, ഞാൻ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു. അതൊരു കോമൺ ആപ്ലിക്കേഷൻ ആണ്. കുറെ പേർക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇൻസ്റ്റാഗ്രാം ആണ്. എനിക്ക് തോന്നുന്നു യൂസർ എക്സ്പീരിയൻസ് ഒരു ടെക് പ്ലസ് സൈക്കിന്റെ ഒരു റിയൽ എക്സാമ്പിൾ ആണ് ശരിക്കും യൂസർ എക്സ്പീരിയൻസിന്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. കാരണം ഒരു പേഴ്സന്റെ സൈക്കോളജിക്കൽ അപ്രോച്ച് ശരിക്കും നോക്കിയിട്ടാണ് ഒരു പെർട്ടിക്കുലർ ആപ്പ് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ ആപ്പ് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ എന്തൊക്കെ ഒരു യൂസർ എടുക്കും, എവിടെയൊക്കെ യൂസർ സ്റ്റക്ക് ആവാൻ ചാൻസ് ഉണ്ട്, അത് എന്തുകൊണ്ടാണ് സ്റ്റക്ക് ആവുന്നത്, ആ ഡോപ്പമൈൻ റിലീസിന്റെ ആ ഒരു ഏരിയ വരെ കറക്റ്റ് ആയിട്ട് നാവിഗേറ്റ് ചെയ്ത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അത് ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഒരു ഭയങ്കര ടീഡിയസ് ടാസ്ക് തന്നെയാണ്. അതായത് ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കുമ്പോൾ, നമ്മൾ ഒരു പോസ്റ്റിനിടയിൽ കമന്റ് ഇടുക എന്നുള്ളത്, ഇപ്പൊ ഏതെങ്കിലും ആരുടെയെങ്കിലും ഒരു പോസ്റ്റ്, ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സിന്റെ പോസ്റ്റിന്റെ കമന്റ് സെക്ഷനിൽ തന്നെ നമ്മൾ ഒരുപാട് കമന്റ്സ് ഇടും. അപ്പൊ ഈ കമന്റ്സിന് ആരെങ്കിലും ലൈക്ക് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് എ നോട്ടിഫിക്കേഷൻ. ആ നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ നമ്മളെ ആപ്പിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ഹുക്ക് എലമെന്റ് ആണ്. അതായത് എന്താണ് അവിടെ നടക്കുന്നത് എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി. ആ ക്യൂരിയോസിറ്റി കൊണ്ട് നമ്മളെ തിരിച്ച് ഇൻസ്റ്റാഗ്രാമിലേക്ക് എത്തിക്കുക എന്നത്, അതിന്റെ പുറകിൽ ഒരു ഭയങ്കര വലിയ ഒരു മാസ്റ്ററിങ് എഞ്ചിനീയറിംഗ് ഉണ്ട്. അതൊരു ആർട്ടാണ്. അപ്പം ഞാൻ ഒരു യൂസർ എക്സ്പീരിയൻസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇതൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഇപ്പൊ ഞാൻ പോലും അറിയാതെ എന്നെ ഒരു ആപ്ലിക്കേഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അതുപോലെ ആ ആപ്ലിക്കേഷനിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയം പോവാതെ ആപ്ലിക്കേഷനിൽ സ്ക്രോൾ ചെയ്തിരിക്കാൻ പറ്റണം എന്ന് പറയുന്നതിന്റെ പുറകില് അവിടെ വലിയൊരു എഫേർട്ട് ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ ഡെവലപ്പേഴ്സ് എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ കമ്പനി എടുത്തിട്ടുണ്ടാവും. അപ്പം ഇതിനെയാണ് നമ്മൾ യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇനി അൽഗോരിതംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, 2 കാര്യങ്ങളാണ് നമ്മൾ ആപ്പിലേക്ക് തിരിച്ചുകൊണ്ടുവരിക. ഒന്ന് യൂസർ എക്സ്പീരിയൻസ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ഒരു ഹാബിറ്റ് ബിൽഡിംഗ് ആപ്ലിക്കേഷൻ എന്നാണ് നമുക്ക് ഇതിനൊക്കെ പറയാൻ പറ്റിയത്. നമ്മുടെ ഒരു ഹാബിറ്റ് ആവും ഇൻസ്റ്റാഗ്രാം. അപ്പം ഇനി രണ്ടാമത് വരുന്നതാണ് അൽഗോരിതംസ് എന്ന് പറയുമ്പോൾ, നമ്മൾ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം തന്നെ എടുത്തു കഴിഞ്ഞാൽ, ഇൻസ്റ്റാഗ്രാമിന്റെ നമ്മുടെ എക്സ്പ്ലോർ സെക്ഷൻ ഉണ്ടല്ലോ, അതായത് സെർച്ചിന്റെ അവിടെ കുറച്ച് ഫീഡ്സ് വരില്ല.
അപ്പോൾ ആ ഫീഡ്സിനകത്ത് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ കാര്യങ്ങളായിരിക്കും നമ്മുടെ സെർച്ച് ഫീഡിനകത്ത് വരിക. യെസ് യെസ്. ഇപ്പൊ എൻ്റെ സെർച്ച് ഫീഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കുറേ സംഭവങ്ങളുണ്ടാവും. കുറേ ഗാഡ്ജറ്റ്സിന്റെ സംഭവം ഫീഡ്സ് ഉണ്ടാവും. അതേപോലെ ഡെസ്ക് സെറ്റപ്പിന്റെ ഫീഡ്സ് ഉണ്ടാവും. അതേപോലെ എനിക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളായിരിക്കും എൻ്റെ സെർച്ച് ഫീഡിനകത്ത് വരിക. അപ്പം ആ സെർച്ച് ഫീഡിൽ നിന്ന് നമ്മുടെ അൽഗോരിതംസ് എങ്ങനെയാണ്, ഇപ്പം നമ്മുടെ റീൽസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ റീൽസ് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റീൽസ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവങ്ങൾ, ഏറ്റവും ഇഷ്ടമുള്ള ടോപ്പിക്സിലായിരിക്കും നമ്മുടെ റീൽസ് വരിക. അപ്പോൾ ആ റീൽസ് വരുന്നത് ഉൾപ്പെടെ എങ്ങനെയാണ് അത് അവർ ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുക? കാരണം നമ്മൾ ഫോളോ ചെയ്യാത്ത അക്കൗണ്ട്സിൽ നിന്നാണ് നമുക്ക് റീൽസ് വരിക. അല്ലെ, മോസ്റ്റ്ലി നമ്മൾ ഫോളോ ചെയ്യാത്ത അക്കൗണ്ട്സിൽ നിന്നാണ് റീൽസ്. അപ്പൊ എങ്ങനെയായിരിക്കും ഇൻസ്റ്റാഗ്രാം ഒരു കൺക്ലൂഷനിലേക്ക് എത്തുക? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ സെർച്ച് ഫീഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും റെക്കോർഡഡ് ആണ്. അതായത് എങ്ങനെയാണ് യൂസർ, ഏതൊക്കെയാണ് പോസ്റ്റുകൾ യൂസർ എടുക്കുക. ഇപ്പൊ എൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ലിനോ ഈ ഫോട്ടോ ആണ് എടുത്തത്, അല്ലെങ്കിൽ ഈ പോസ്റ്റാണ് എടുത്തത്, അല്ലെങ്കിൽ ഈ വീഡിയോ ആണ് സെർച്ച് ഫീഡിൽ നിന്ന് വ്യൂ ചെയ്തത്. അപ്പം എൻ്റെ ഇൻട്രസ്റ്റിൽ ആ പോസ്റ്റിന്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണോ ആ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് എൻ്റെ ഇൻട്രസ്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് സേവ്ഡ് ആയിരിക്കും. എന്നിട്ട് ഞാൻ റീൽസിൽ പോകുമ്പോൾ എനിക്ക് ആ റീൽസ് ആയിരിക്കും. ഇൻസ്റ്റാഗ്രാം ഓരോ മേ ബി വീക്ക്ലി അല്ലെങ്കിൽ മേ ബി മോസ്റ്റ് പ്രോബ്ലി ഡെയിലി ഇൻസ്റ്റാഗ്രാമിന്റെ അൽഗോരിതംസ് മൈന്യൂട്ട് ചേഞ്ചസ് വരുത്തിക്കൊണ്ടേയിരിക്കും. എങ്ങനെ അവരുടെ അൽഗോരിതംസ് നല്ല അൽഗോരിതം ആക്കാം എന്നുള്ള രീതിയിൽ നല്ലൊരു റിസർച്ച് അവർ നടത്തുന്നുണ്ടാവും. ഡെയിലി അവരുടെ അൽഗോരിതംസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ എത്തുന്ന കൺക്ലൂഷൻ തന്നെ ആയിരിക്കണം എന്നില്ല ഇൻസ്റ്റാഗ്രാം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള അൽഗോരിതം. അപ്പം യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം യൂസർ എക്സ്പീരിയൻസ് ആൻഡ് അൽഗോരിതംസ് എങ്ങനെയാണ് ഇതിന് രണ്ടിനും നമ്മളെ ആപ്പിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിളാണ് ഈ പറഞ്ഞത്. ഇതേപോലെയാണ് ഓരോ ആപ്ലിക്കേഷൻസും ബിൽഡ് ചെയ്യുക. ഇപ്പം ഏതൊരു ചെറിയ കമ്പനി ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുന്ന ഒരു കമ്പനി എടുത്ത് നോക്കിയാലും അവര് യൂസർ എക്സ്പീരിയൻസിൽ ഒരു ലെവല് കഴിഞ്ഞാൽ ഒരു യൂസർ എക്സ്പീരിയൻസിൽ ഇൻവെസ്റ്റ് ചെയ്യും. അവരുടെ ആപ്ലിക്കേഷൻ ആൾക്കാർ കൂടുതൽ യൂസ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ അതൊരു വലിയൊരു ആവശ്യമാണല്ലോ. ഇപ്പം പ്ലേ സ്റ്റോറിൽ അവരുടെ അനാലിറ്റിക്സ് എടുത്ത് നോക്കുമ്പോൾ അവർ ആപ്പ് ഇത്ര നേരം യൂസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള അനാലിറ്റിക്സ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഒരു കമ്പനി ഒരു സ്റ്റേജ് ഓഫ് ഗ്രോത്തിന് അപ്പുറം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ആപ്ലിക്കേഷൻസ്, അവർ ബിൽഡ് ചെയ്യുന്ന പ്രൊഡക്ട്സ്, അവരുടെ യൂസർ എക്സ്പീരിയൻസ് എപ്പോഴും അടിപൊളിയാക്കാൻ നോക്കും. അപ്പം ഒരു ചെറിയ കമ്പനി ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ ഒരു ബിഗ് സ്കെയിൽ കമ്പനീസ് ലൈക്ക് ഗൂഗിൾ, ഇൻസ്റ്റാഗ്രാം, മെറ്റ ഒക്കെ എന്തോരം ഫണ്ടായിരിക്കും യൂസർ എക്സ്പീരിയൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ചിന്തിച്ച് നോക്കാവുന്ന കാര്യമാണ്. സോ അതാണ് ഒരു ആപ്പിലേക്ക് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസിലേക്കോ അല്ലെങ്കിൽ പ്രൊഡക്ട്സിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവരുന്ന കുറച്ച് സംഭവങ്ങളിലേക്കാണ്. അപ്പം ഇതെന്ന് പറയുന്നത് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ദിസ് ഈസ് എക്സാക്ട്ലി ഡിസൈൻ ഫോർ അഡൾട്ട്സ്. അവര് കുട്ടികളെ മുന്നിൽ കണ്ടുകൊണ്ട് അവര് ഇത് ചെയ്യൂല. ബിക്കോസ് ദെയർ യൂസേഴ്സ് ആർ അഡൾട്ട്സ്. അവർക്കാണ് പേ ചെയ്യാൻ പറ്റുക, കാര്യങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റുക. ഈവൻ വലിയ വലിയ കമ്പനീസിലുള്ള പ്രൊഡക്റ്റ് കൺസൾട്ടൻസ്, അതായത് ഇപ്പോൾ പ്രൊഡക്റ്റ് കൺസൾട്ടേഷൻ എന്ന് പറയുമ്പോൾ ആസ് സച്ച് എങ്ങനെ പോകണം, എന്തായിരിക്കണം അവരുടെ ഫീച്ചേഴ്സ്, അങ്ങനെയുള്ള കൺസൾട്ടൻസ് ഉണ്ട്. അപ്പം അവര് പോലും വലിയ സ്കെയിലിൽ എന്തൊക്കെ പോസ്റ്റ് ആൾക്കാരിലേക്ക് എത്തണം എന്നുള്ളതിന്റെ ഒരു വലിയൊരു കൺട്രോൾ അവർ ചെയ്യുന്നുണ്ട്, അവരുടെ കമ്പനി ചെയ്യുന്നുണ്ട്. അതായത് ഒരു യൂസർ, ഇപ്പം എനിക്ക് ജോലിയുണ്ട്, ഐ എം ഗെറ്റിംഗ് എ സാലറി പെർ മന്ത്. അപ്പോൾ എനിക്ക് ഒരു കാര്യത്തിന് വേണ്ടി പേ ചെയ്യാൻ പറ്റും. അപ്പം പ്രൊഡക്റ്റിന്റെ ആസ് സച്ച് ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അതായത് ഹാർഡ്വെയർ, ഈ നമ്മൾ വാങ്ങിക്കുന്ന പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, മേ ബി ഇപ്പം എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ചിലപ്പം മോസ്റ്റ്ലി ഗാഡ്ജറ്റ്സ് ആയിരിക്കും നോക്കുക. അപ്പം അത് ബിൽഡ് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാരിലേക്ക് ഇപ്പൊ എനിക്ക് ഗാഡ്ജറ്റ്സ് ഇഷ്ടമാണ്, എൻ്റെ ഇൻട്രസ്റ്റഡ് ഫീൽഡ് ആണ് എന്ന് ആർക്കറിയാം? ഇൻസ്റ്റാഗ്രാമിനാണ്. സോ ഇൻസ്റ്റാഗ്രാം ഈസ് ഓൾവേസ് ഷോയിങ് ദ പോസ്റ്റ് ലൈക്ക് ദാറ്റ്. ഇപ്പൊ എന്റെ സെർച്ച് ഫീഡ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കുറെ കീബോർഡിന്റെ പോസ്റ്റാണ്. അപ്പം ഓരോ പ്രാവശ്യം ഇത് കാണുമ്പോഴും ഞാൻ വിചാരിക്കാം ഈ പ്രൊഡക്റ്റ് വാങ്ങാം. ഇപ്പൊ ഈ ഇടയ്ക്ക് ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ട് പിന്നെ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അപ്പൊ അതുപോലും മേ ബി ഒരു ഇൻസ്റ്റാഗ്രാമിന്റെ അല്ലെങ്കിൽ അതേപോലുള്ള ആപ്ലിക്കേഷൻസിന്റെ എന്റെ യൂസ് കൊണ്ടാവാം. അപ്പം ഇത് അഡൽട്സിന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന സാധനമാണ്. ഇനി ഇത് കുട്ടികളിലേക്ക് വരുമ്പോ എങ്ങനെ വരും എന്നുള്ളതാണ് വേറൊരു ചോദ്യം. കുട്ടികളിലേക്ക് വരുമ്പോഴത്തേക്കും അവരുടെ ക്യൂരിയോസിറ്റി ലെവൽ വലിയവരെക്കാട്ടിലും, അതായത് അഡൾട്സിനെക്കാട്ടിലും അവർക്ക് ക്യൂരിയോസിറ്റി അധികമാണ്. അപ്പൊ ആ ക്യൂരിയോസിറ്റി ലെവൽ വെച്ചുകൊണ്ട് അഡൾട്സിന് വേണ്ടിയിട്ട് അഡൾട്സിന്റെ ക്യൂരിയോസിറ്റി ലെവലിന് ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനിലേക്ക് ഒരു കുട്ടി വരുമ്പോൾ
എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് വലിയൊരു ചോദ്യമാണ്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാം. ബൈ.